الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, എല്ലാം നിയന്ത്രിക്കുന്ന, സൃഷ്ടിച്ചു പരിപാലിച്ച, നാളെ വിചാരണ നിലയത്തിൻ്റെ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഓരോ ഖുതുബയിലും നമ്മൾ ഓരോ വിഷയങ്ങളാണ് സൂചിപ്പിക്കാറുള്ളത്. ആ വിഷയങ്ങൾ സ്വന്തം ജീവിതത്തോട് ചേർത്തു വെക്കുകയും വരുത്തേണ്ട മാറ്റങ്ങൾ ജീവിതത്തിൽ വരുത്തുകയും ചെയ്യുന്നവർക്കാണ് ഖുതുബ എന്നത് ഇബാദത്തായി മാറുക. ഓരോ ഇബാദത്തിനോടും നമ്മൾ കാണിക്കുന്ന ഈ ഇഖ്ലാസാണ് ആ ഇബാദത്തിൻ്റെ പ്രതിഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഖുതുബയിൽ പറയുന്ന ഓരോ വാചകവും എൻ്റെ ജീവിത മണ്ഡലത്തിൽ എങ്ങനെ സ്വാധീനിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അതിനെക്കുറിച്ചുള്ള ചിന്തയുടെ ആഴമാണ്. അതുകൊണ്ട് തന്നെ പറയുന്ന വിഷയങ്ങൾ സ്വന്തത്തോട് ചേർത്ത് ആലോചിക്കാൻ ശ്രമിക്കണേ എന്നാണ് ആമുഖത്തിൽ സൂചിപ്പിക്കാനുള്ളത്. നല്ല സൗഹൃദങ്ങളെ ലഭിക്കുക എന്നത് ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. സുഖദുഃഖങ്ങൾ പങ്കുവെക്കാൻ, നമ്മുടെ പോരായ്മകൾ തിരുത്താൻ, നമ്മെ ശാസിക്കുവാനും നല്ല കൂട്ടുകാരെ ലഭിക്കുക എന്നത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അസ്സദീഖു ഔഖദു മിൻ ഖുറാബത്തിൻ, ബന്ധങ്ങളെക്കാൾ പലപ്പോഴും ഇഴുകിച്ചേരുന്നത് സൗഹൃദങ്ങളാണ്. ബന്ധുക്കൾ വളരെ അകലത്തായിരിക്കാം, അവരെ ചിലപ്പോൾ നമ്മുടെ സഹായത്തിന് വേണ്ടി കരുതിയ സമയത്ത് കിട്ടിക്കോളണമെന്നില്ല. എന്നാൽ നല്ല സൗഹൃദങ്ങൾ, ഏത് സമയത്തും നട്ടപ്പാതിരയിലും വിളിച്ചാൽ വരുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ, എന്ത് കാര്യത്തിലും തീരുമാനമെടുക്കാൻ നല്ല ഒരു മാനസികാവസ്ഥയുള്ള ഒരു ഉപദേശകനുണ്ടെങ്കിൽ, നിർദ്ദേശകനുണ്ടെങ്കിൽ, അത് ജീവിതത്തെ എത്രത്തോളം സുന്ദരമാക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതിനാൽ എന്താണ് ഇസ്ലാമിൽ സൗഹൃദമെന്ന് പറയുന്നത്? സൗഹൃദത്തിൻ്റെ ഇസ്ലാമിക മര്യാദകൾ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കാൻ
നമ്മൾ ബാധ്യസ്ഥരാണ്. കൂടെ കൂടുക എന്ന മനുഷ്യപ്രകൃതി തന്നെയാണ് കൂട്ടുകാരെ സ്വീകരിക്കുക എന്നതിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. അൽ മുഅ്മിനു യഅ്ലഫു വയുഅ്ലഫു വലാ ഖൈറ ഫീമൻ ലാ യഅ്ലഫു വലാ യുഅ്ലഫു വഖൈറുൻ നാസി അൻഫഉഹും ലിന്നാസ്. യഥാർത്ഥത്തിൽ വിശ്വാസി മറ്റുള്ളവരോട് ഇണങ്ങുന്നവനാണ്. ഇണങ്ങാത്തവൻ യഥാർത്ഥ വിശ്വാസിയല്ല, ഇഴുകിച്ചേർക്കപ്പെടുന്നവനുമാണ്. മറ്റുള്ളവരോട് ഇഴുകിച്ചേരാത്തവന് യാതൊരു നന്മയുമില്ല. ആരോടും ഇഴുകിച്ചേരാതെ ഒരൊറ്റക്കൊമ്പനായി അല്ലെങ്കിൽ സ്വന്തം കാര്യം മാത്രം തീരുമാനത്തിൽ വരുന്ന രൂപത്തിൽ തീരുമാനിക്കുന്ന ഒരാൾക്ക് ഒരു ഖൈറുമില്ലെന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിൽ ഏറ്റവും നല്ലവൻ ഖൈറുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നവനാണ്. എല്ലാവർക്കും ഉപകാരപ്പെടുന്നവൻ ഏറ്റവും നല്ലവനാണ്. മറ്റൊരു ഹദീസിൽ കാണാം, അൽ മുഅ്മിനുല്ലദീ യുഖാലിതുന്നാസ് വയസ്ബിറു അലാ ദാഹിം വഅഫ്ളലു മിനൽ മുഅ്മിനില്ലദീ ലാ യുഖാലിതുന്നാസ് വലാ യസ്ബിറു അലാ അദാഹും. ജനങ്ങളോട് ഇഴുകിച്ചേരുകയും അപ്പോഴുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കുകയും ചെയ്യുന്നവനാണ് ഏറ്റവും നല്ലവൻ. ആളുകളോട് ഇഴുകിച്ചേരാതെ അതിലുണ്ടാകുന്ന പ്രയാസങ്ങളിൽ ക്ഷമിക്കാതെ മാറി നിൽക്കുന്നതിനേക്കാൾ കൂട്ടുകാർ തമ്മിൽ ആത്മാർത്ഥമായി സ്നേഹിച്ച് അതിൽ വരുന്ന കല്ലുകടികൾ, അതിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ, അതിൽ വരുന്ന വിഷമങ്ങൾ സഹിച്ചു മുന്നോട്ട് പോകുന്നവനാണ് ഏറ്റവും നല്ലവനെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. നമുക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ എന്തു ചെയ്യണം? രണ്ട് കൂട്ടുകാർ തമ്മിൽ അങ്ങേയറ്റം ഇഷ്ടപ്പെടണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടം വരുന്നില്ലെങ്കിൽ ഇഷ്ടം വരാൻ എന്തു ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഖുലൂനൽ ജന്നത ഹത്താ തുഅ്മിനു. ഒരാളും വിശ്വാസിയാകാതെ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ തുഅ്മിനു ഹത്താ തഹാബു. പരസ്പരം ഇഷ്ടപ്പെടാത്തിടത്തോളം കാലം ഒരാൾക്ക് മുഅ്മിനാകാൻ സാധിക്കുകയുമില്ല. അവലാ ദുല്ലുകും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും. ഒരു കാര്യം നിങ്ങൾക്കറിയിച്ചു തരട്ടെയോ? ആ കാര്യം ചെയ്താൽ നിങ്ങൾക്കിടയിലുള്ള സ്നേഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അഫ്ശുസ്സലാമ ബൈനക്കും. നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കണം. ഒരു കൂട്ടുകാർ, രണ്ട് കൂട്ടുകാർ തമ്മിൽ ഫോൺ വിളിക്കുമ്പോൾ ആദ്യം പറയേണ്ടത് നീ എവിടെയാണ് എന്നല്ല. കണ്ടുമുട്ടുമ്പോൾ നിന്നെ കണ്ടിട്ട് കുറച്ച് കാലമായല്ലോ എന്നല്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയുന്നതിന് മുമ്പ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുവിൻ്റെ ബർക്കത്തും റഹ്മത്തും സലാമും നിനക്കുണ്ടാകട്ടെ എന്നതാണ് സ്നേഹം വർദ്ധിക്കാനുള്ള ഒന്നാമത്തെ കാര്യം. ആ സ്നേഹം വർദ്ധിച്ചാൽ പരസ്പരം മുഅ്മിനായി ജീവിക്കാൻ സാധിക്കും. മുഅ്മിനായാൽ നമ്മൾ സ്വർഗത്തിൽ പോവുകയും ചെയ്യും. ഇപ്പോൾ കൂട്ടുകാരനെ നമ്മുടെ ഈമാൻ വർദ്ധിക്കാൻ ഉപയോഗിക്കാൻ പറ്റും. കാരണം കൂട്ടുകാരനെ ഇഷ്ടപ്പെടുന്നതിനനുസരിച്ച് നമ്മുടെ ഈമാനിന് വർധനവുണ്ടാകുമെന്നാണ് ആ ഹദീസിൽ നിന്നും മനസ്സിലാക്കുക. രണ്ടാമത്തെ, രണ്ട് തരം കൂട്ടുകാരെ കാണാൻ കഴിയും. നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും നിൻ്റെ വേദനകളിൽ സങ്കടപ്പെടുകയും നിൻ്റെ സന്തോഷങ്ങളിൽ ആനന്ദിക്കുകയും ചെയ്യുന്നവർ. ചില ആളുകൾ നമുക്ക് ദുരിതം വന്നാൽ, നമുക്ക് രോഗം വന്നാൽ, നമുക്ക് പ്രയാസം വന്നാൽ അവർ അപ്രത്യക്ഷരാകും. എന്നാൽ നമുക്ക് സുഖം വന്നാൽ, നമുക്ക് അനുഗ്രഹം വന്നാൽ, നമുക്ക് പുരോഗതി വന്നാൽ അവർ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ള കൂട്ടുകാരല്ല യഥാർത്ഥ കൂട്ടുകാർ. സന്തോഷത്തിലും സന്താപത്തിലും ഒരേപോലെ കൂടെ ഉണ്ടാവുകയും സന്തോഷമുണ്ടാകുമ്പോൾ അത് നിലനിൽക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ദുഃഖമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കപ്പെടാൻ വേണ്ടി പ്രയത്നിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപദേശിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ കൂട്ടുകാർ. നമ്മുടെ കൂട്ടുകാരെക്കുറിച്ച് ചിന്തിക്കൂ, ആലോചിക്കൂ. അങ്ങനെയുള്ള ഒരു കൂട്ടുകാരനാണോ നമുക്കുള്ളത്? നമ്മൾ കൂട്ടുകൂടുന്നവർക്കൊരു ദുഃഖം വന്നാൽ അവിടെ കൂടെ നമ്മൾ ഉണ്ടാകാറുണ്ടോ? ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകെട്ടിൽ ആത്മാർത്ഥതയില്ലെന്നർത്ഥം. നിന്റെ വേദനകളിൽ അവൻ ആത്മാർത്ഥമായി സ്നേഹം പ്രകടിപ്പിക്കുന്ന ആളുകൾ അവരെങ്ങനെയാണ്? നിന്റെ വേദനകളിൽ അവർ മനസ്സറിഞ്ഞ് സന്തോഷിക്കും. നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടാവും, പക്ഷേ നമുക്കൊരു വേദന വരുമ്പോൾ അവർ സന്തോഷിക്കും. കാരണം അസൂയ കൊണ്ട്.
നിനക്ക് സന്തുഷ്ടകരമായ കാര്യങ്ങളുണ്ടാകുമ്പോൾ, സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങളുണ്ടാകുമ്പോൾ അത് സന്തോഷമുണ്ടാകുന്നത് പോലെ അഭിനയിക്കും. പക്ഷേ അവൻ്റെ ഉള്ളു മുഴുവനും നിന്നോടുള്ള അസൂയയാണ്, പകയാണ്. അങ്ങനെയുള്ള കൂട്ടുകാരെ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള കൂട്ടുകാരായി നമ്മൾ മാറാനും പാടില്ല. ഒരിക്കലും കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അതുകൊണ്ടൊരു ഭൗതിക നേട്ടം ആഗ്രഹിച്ചുകൊണ്ടാകരുത്. പണം, സ്വാധീനം, മറ്റേതെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് എന്ത് ബന്ധമുണ്ടാക്കിയാലും പണം കയ്യിൽ നിന്ന് പോകുമ്പോൾ കൂട്ടുകാർ കൊഴിഞ്ഞു പോകും. സ്വാധീനം കയ്യിൽ നിന്ന് പോകുമ്പോൾ കൂട്ടുകാരുണ്ടാവില്ല. ഒരു തെരഞ്ഞെടുപ്പിൽ ജയിച്ച് ഒരാളായി മാറുമ്പോൾ, ഒരു സ്ഥാനാർത്ഥി ജയിച്ചു പോകുമ്പോൾ കുറേ ആളുകൾ ചുറ്റിലുമുണ്ടാകും. ഈ സ്ഥാനാർത്ഥിയുടെ കാലയളവ് കഴിഞ്ഞ് ആ സ്ഥാനാർത്ഥി പിന്നെ മത്സരിക്കുന്നില്ലെങ്കിൽ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി വരുന്നത് നിന്നുപോകും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഓരോ സ്ഥലത്തും അങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു വലിയ പണക്കാരനാകുമ്പോൾ, സ്വാധീനം ലഭിക്കുമ്പോൾ ഒരു തരത്തിലുള്ള കൂട്ടുകാർ പ്രത്യക്ഷപ്പെടുകയും അതേപോലെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അപ്രത്യക്ഷമാകുകയും ചെയ്യുന്നൊരവസ്ഥ കൂട്ടുകെട്ടിൽ ഉണ്ടാകാൻ പാടില്ലെന്നർത്ഥം. കൂട്ടുകാരിലേക്ക് ചായുമ്പോൾ ശ്രദ്ധ വേണം. കൂട്ടുകാരൻ്റെ ആദർശം, സംസ്കാരം, ആശയം അറിയാതെ നമ്മളിലേക്കും വരും. ആര് തമ്മിലാണ് കൂട്ടുകാരാവുക? ഒരേ ചിന്താഗതിയുള്ളവർ തമ്മിലാണ് കൂട്ടുകെട്ടുണ്ടായിരിക്കുക. ഏതെങ്കിലും ഒരു കാര്യത്തിൽ കൂട്ടുകാർ തമ്മിൽ സാമ്യതയുണ്ടാകും. അതെന്തിലാവണം? നന്മയിലാകണം സാമ്യത. തിന്മയിൽ ഒരിക്കലും സാമ്യതയുള്ള അവസ്ഥയുണ്ടെങ്കിൽ ആ കൂട്ടുകെട്ട് നിലനിൽക്കേണ്ടതില്ല. കാരണം ഒരു തിന്മയിൽ നിന്ന് പോരണമെങ്കിൽ നമ്മുടെ ആ തിന്മ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്ന അതേ മനോഭാവമുള്ള കൂട്ടുകാരനുണ്ടെങ്കിൽ ആ തിന്മയിൽ നിന്ന് ഊരിപ്പോരാൻ നമുക്ക് സാധിക്കുകയില്ല. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അർറജുലു അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. ഒരാൾ തൻ്റെ സഹോദരൻ്റെ മതത്തിലായിരിക്കും. അതിനാൽ നിങ്ങളിൽ ഓരോരുത്തരും താൻ കൂട്ടുകൂടുന്നവരെ കുറിച്ച് ചിന്തിച്ചു നോക്കട്ടെ. ഒരു പെണ്ണന്വേഷിക്കുമ്പോൾ, ഒരാണിനെ അന്വേഷിക്കുമ്പോൾ അവനെ അന്വേഷിക്കണ്ട, അവൻ്റെ കൂട്ടുകാരെ അന്വേഷിച്ചാൽ മതി. കൂട്ടുകാരെ സ്വഭാവം അന്വേഷിച്ചാൽ മതി. ഇവൻ്റെ സ്വഭാവം തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. ഇവൻ എത്ര നല്ല മനുഷ്യനായി മുന്നിൽ നിന്നാലും ഇവൻ്റെ കൂട്ടുകെട്ടാരോടാണോ അതേ സ്വഭാവമായിരിക്കും, അതേ മനോഭാവമായിരിക്കും ഇവനും എന്ന് ഞാനല്ല പറയുന്നത്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാചകം പറയണമെങ്കിൽ ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം വഹീ കൊടുക്കണം. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ ചീത്തവനാണെങ്കിലും ഞാൻ നല്ലവനായി പിടിച്ചു നിൽക്കുമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും സാധിക്കാത്ത കാര്യമാണ്. കാരണം വഹിയാണ് ഈ ലോകത്തിലെ ഏറ്റവും സത്യവും. വഹീൻ്റെ ആ സത്യത മറനീക്കി പുറത്തു വരികയും ചെയ്യും. അതുകൊണ്ട് ആരാണ് നമ്മുടെ കൂട്ടുകാർ? ആരൊക്കെയാണ് കൂട്ടുകാർ? എന്തൊക്കെയാണ് അവരുടെ സ്വഭാവം? എന്തൊക്കെയാണ് അവരുടെ പെരുമാറ്റം എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. നല്ലവരുമായി കൂട്ടുകൂടണം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂലൂ മഅസ്വാദിഖീൻ, സത്യം പറയുന്നവരുടെ കൂടെ നിങ്ങൾ ഉണ്ടായിരിക്കണം. ലാ തുസാഹിബു ഇല്ലൽ മുഅ്മിൻ. അബൂ സഈദ് ഖുദ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സത്യവിശ്വാസിയായ ആളുകളോടല്ലാതെ നിങ്ങൾ കൂട്ടുകൂടാൻ പോകരുത്. നല്ല കൂട്ടുകാരൻ്റെയും ചീത്ത കൂട്ടുകാരൻ്റെയും ഉപമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, നബിയുനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തൻ്റെ കൂടെ ഇരിക്കുന്ന നല്ല കൂട്ടുകാരൻ്റെയും ചീത്ത കൂട്ടുകാരൻ്റെയും ഉപമ കസ്തൂരി വഹിക്കുന്നവനെ പോലെയും ഉലയിൽ ഊതുന്നവനെ പോലെയുമാകുന്നു. കസ്തൂരി വഹിക്കുന്നവൻ ഒന്നുകിൽ നിനക്കത് വെറുതെ തരും, അല്ലെങ്കിൽ അവനിൽ നിന്ന് നിനക്കത് വാങ്ങാനാവും. അഥവാ അത്തറ് വിൽപ്പനക്കാരൻ്റെ അടുത്ത് പോയി 1.5 മിനിറ്റ് നിന്നാൽ അവനൊരു സാമ്പിള് തരും, അല്ലെങ്കിൽ ഇത് വാങ്ങിക്കോ എന്ന് പറഞ്ഞ് ഒരു ബോട്ടിൽ നിറച്ച് പെർഫ്യൂം നമുക്ക് തരും. എന്നാൽ ചീത്ത കൂട്ടുകാരൻ്റെ ഉപമ എങ്ങനെ? അതുമല്ല, ഉലയിൽ ഊതുന്നവനാകട്ടെ ചിലപ്പോൾ നിന്റെ വസ്ത്രം കരിച്ചു കളയും, അല്ലെങ്കിൽ അവനിൽ നിന്ന് ദുർഗന്ധം അനുഭവപ്പെടും.
അഥവാ ചീത്ത കൂട്ടുകാരൻ്റെ അടുത്ത് ചെന്നാൽ ഒരു പരിക്കു പറ്റാതെ തിരിച്ചു വരിക, മനസ്സിനൊരു പരിക്കു പറ്റാതെ തിരിച്ചു വരിക എന്നത് വളരെ ശ്രമകരമായിരിക്കും. ഖതാദ റഹ്മഹുള്ള പറയുന്നു, അല്ലാഹുവാണേ സത്യം, ഒരു വ്യക്തി ജനങ്ങളിൽ തന്നെ പോലെയുള്ളവരോടല്ലാതെ സഹവസിക്കുന്നതായി നാം കണ്ടിട്ടില്ല. അതിനാൽ നിങ്ങൾ അല്ലാഹുവിൻ്റെ ദാസന്മാരിൽ സദ്വത്തരോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം സഹവസിക്കുക. നിങ്ങൾ അവരോടൊപ്പമോ അവരെ പോലെയോ ആയേക്കാമല്ലോ. നല്ല ആളുടെ കൂടെ കൂടിയാൽ അവരോടൊപ്പമാകും, അല്ലെങ്കിൽ അവരെ പോലെയാകും എന്ന് ഖത്താദ റഹ്മഹുള്ള പറയുന്നു. ഷെയ്ഖ് അബ്ദുറഹിമാൻ നാസിർ സഅദി റഹ്മഹുള്ള പറഞ്ഞു, ഒരടിമക്ക് അല്ലാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിൽപ്പെട്ടതാകുന്നു അവന് നല്ല കൂട്ടുകെട്ട് നൽകുക എന്നത്. മോശം കൂട്ടുകെട്ട് കൊണ്ട് പരീക്ഷിക്കപ്പെടുക എന്നത് അടിമക്ക് അവൻ നൽകുന്ന ശിക്ഷയാണ്. ഒരു മോശം കൂട്ടുകാരനുണ്ടാവുക എന്നത് അല്ലാഹു നൽകുന്ന ശിക്ഷയാണ്. നല്ല കൂട്ടുകെട്ട് ഒരുവരെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നത് പോലെ ചീത്ത കൂട്ടുകെട്ട് അവനെ അധമനാക്കി തീർക്കുകയും ചെയ്യും. അതുകൊണ്ട് നല്ല കൂട്ടുകെട്ട് ഉപകാരപ്രദമായ അറിവും മഹത്തായ സ്വഭാവങ്ങളും സമ്മാനിക്കുമ്പോൾ ചീത്ത കൂട്ടുകെട്ട് ഇതെല്ലാം അവനിൽ നിന്ന് തടയുകയാണ് ചെയ്യുക. നല്ല ഒരു പ്രഭാഷണത്തിന് പോകണം, കൂട്ടുകാരൻ മോശമാണെങ്കിൽ ഇന്ന് അവിടേക്ക് പോകണ്ട, ഇന്നിവിടേക്ക് വാ, നമുക്ക് ഓപുവാലത്തിലിരുന്ന് സംസാരിക്കാം, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ചായ കുടിച്ച് നമുക്ക് തമാശ പറഞ്ഞിരിക്കാം എന്നാണ് ചീത്ത കൂട്ടുകാരൻ പറയുക. നല്ല കൂട്ടുകാരനോ ഇൽമിൻ്റെ സദസ്സിലേക്ക് കൊണ്ടുപോകും, നല്ല പ്രഭാഷണത്തിലേക്ക് എത്തിക്കും, നല്ല സംസാരങ്ങൾ സംസാരിക്കും. ഇമാം ഷാഫി റഹ്മഹുള്ള പറഞ്ഞു, അള്ളാഹുവിനെ അനുസരിക്കുന്നതിൽ നിന്നെ സഹായിക്കുന്ന ഒരു സുഹൃത്ത് നിനക്കുണ്ടെങ്കിൽ അവനെ നീ മുറുകെ പിടിക്കുക. അങ്ങനെ ഒരു സുഹൃത്തിനെ ലഭിക്കാൻ ബുദ്ധിമുട്ടും ഒഴിവാക്കാൻ എളുപ്പവുമാണ്. അങ്ങനെ ഒരു സുഹൃത്തിനെ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടും ഒഴിവാക്കാൻ എളുപ്പമാണ്. അഥവാ ഇഖ്ലാസുള്ള ഒരു കൂട്ടുകാരനെ നിലനിർത്തുക എന്നത് ഒരു മനുഷ്യന് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അവൻ നന്മയിൽ ജീവിക്കുന്നത് ഇബ്ലീസിന് കണ്ടുകൂടാ. അതുകൊണ്ട് അവരെ രണ്ടുപേരെയും തെറ്റിക്കാൻ ഇബ്ലീസ് ശ്രമിക്കുമെന്നർത്ഥം. കൂട്ടുകാരനാൽ പരലോകത്ത് വിലാപം പറയുന്ന ആളുകളുണ്ട്. കൂട്ടുകാരനെ സ്നേഹിച്ചതിൻ്റെ പേരിൽ, സ്വീകരിച്ചതിൻ്റെ പേരിൽ നാളെ പരലോകത്ത് വിലപിക്കുന്ന ചില ആളുകളുണ്ട്. ഖുർആൻ പറയുന്നു, يوم يغض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا لقد أضلني عن ذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. അക്രമം ചെയ്തവർ തൻ്റെ കൈകൾ കടിക്കുന്ന ദിവസം അവൻ പറയും, റസൂലിൻ്റെ കൂടെ ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എൻ്റെ കഷ്ടമേ, ഇന്ന ആളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എനിക്ക് ബോധനം വന്നു കിട്ടിയതിന് ശേഷം അതിൽ നിന്നവൻ എന്നെ തെറ്റിച്ച് കളഞ്ഞുവല്ലോ. പിശാച് മനുഷ്യനെ കൈവിട്ട് കളയുന്നവനാകുന്നു. അത്രയൊന്നും ദീന ആവശ്യമില്ല, അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 5 നേരം പള്ളിയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ ഇങ്ങോട്ട് മോശമായി പെരുമാറുമ്പോൾ അങ്ങോട്ട് നല്ലതായി പെരുമാറാൻ നീ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുപദേശിക്കുന്ന ചീത്തയുടെ വാഹകരായ കൂട്ടുകാരെ സ്വീകരിച്ചാൽ പരലോകത്ത് അവൻ തൻ്റെ കൈകൾ കടിക്കേണ്ടി വരും. വിരലല്ല, 2 വിരലല്ല, 2 കൈകളും വായിലിട്ട് അങ്ങേയറ്റത്തെ ഖേദത്തോടുകൂടി അവനെ ഞാൻ കൂട്ടുകാരനായി സ്വീകരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എൻ്റെ നാശമേ, ഞാൻ നരകത്തിൽ പോകാൻ അവനാണല്ലോ കാരണം എന്ന് പറയുമെന്നാണ് ഖുർആൻ എടുത്തു പറയുന്നത്. അള്ളാഹുവിനെ ഓർക്കാത്ത ഏതെങ്കിലും ഒരു സദസ്സിൽ ഇരുന്നു പോയാൽ അതേപോലെ നബിയുടെ മേൽ സ്വലാത്ത് ചെല്ലാതെ അത് അവർക്ക് നഷ്ടമാകാതിരിക്കുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരു പക്ഷേ അവരെ ശിക്ഷിക്കും, അല്ലെങ്കിൽ പുറത്തു കൊടുക്കും. ഒരു സദസ്സിലിരിക്കുമ്പോൾ ആ സദസ്സ് സംസാരം തുടങ്ങുന്നവൻ ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറഞ്ഞു വേണം ഒരു സദസ്സിൽ സംസാരം തുടങ്ങാൻ. അങ്ങനെ തുടങ്ങിയിട്ടില്ലെങ്കിൽ അള്ളാഹു ഒന്നുകിൽ അവരെ ശിക്ഷിക്കും, അല്ലെങ്കിൽ അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അള്ളാഹുവിനെ സ്തുതിക്കാതെ, പ്രവാചകന്റെ മേലിൽ സ്വലാത്ത് ചെല്ലാതെ ഒരു സദസ്സും തുടങ്ങാൻ പാടില്ല. നമ്മളിരിക്കുന്ന കൂട്ടുകാരുടെ സദസ്സ് മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്നിട്ട് അവരിയ്ക്കുന്ന ചായ സൽക്കാരത്തിൻ്റെ ഇടയിൽ നമ്മൾ സംസാരം തുടങ്ങുമ്പോൾ ഉറക്കെ ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറയാൻ ധൈര്യമുള്ളവരാണോ നമ്മൾ?
അങ്ങനെ പറയാൻ പറ്റുന്ന കൂട്ടുകാരുടെ സദസ്സാണോ അത്? ആണെങ്കിൽ അൽഹംദുലില്ലാ തുമ്മ അൽഹംദുലില്ലാ തുമ്മ അൽഹംദുലില്ലാ. അല്ലെങ്കിലോ നമുക്ക് നാളെ ആ കൂട്ടുകാരെ കൊണ്ട് വലിയ നഷ്ടം വരുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്, ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന് വേണ്ടിയല്ലാതെ എല്ലാ കൂട്ടുകെട്ടുകളും ചങ്ങാത്തവും ഖിയാമത്ത് നാളിൽ ശത്രുവായി മാറും. എന്നാൽ അള്ളാഹുവിന് വേണ്ടിയുള്ള കൂട്ടുകെട്ട് അതെന്നെന്നും നിലനിൽക്കുന്നതായിരിക്കും. എന്നെന്നും നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ വരെ ആ കൂട്ടുകെട്ട് നിലനിൽക്കും. ദീനിനെ പരിഹസിക്കുന്ന കൂട്ടായ്മകളോ സുഹൃത്തുക്കളോ നമുക്കുണ്ടാവാൻ പാടില്ല. ദീനിനെ പരിഹസിക്കുന്ന ഒരു കാര്യം പറയുന്ന ഒരു സദസ്സിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് പറഞ്ഞു, യാ ബുനയ്യ ഇഖ്തരിൽ മജാലിസ അലാ ഐനിക ഫഇൻ റഅയ്ത ഖൗമൻ യദ്കുറൂന അല്ലാഹി അസ്സ വജൽ ഫജ്ലിസ് മഅഹും. നീ ചെന്നിരിക്കുന്ന സദസ്സ് വരെ നീ തിരഞ്ഞെടുക്കണം. വെറുതെ ഒരു സദസ്സിൽ കയറിയിരിക്കരുത്. അള്ളാഹുവിനെ കുറിച്ച് സംസാരിക്കുന്ന സദസ്സാണെങ്കിൽ നീ അവരുടെ കൂടെ ഇരിക്കണം. അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാത്ത പറയാത്ത സദസ്സുകളിൽ നീ പോയിരിക്കരുത്. ഭൗതികമായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന, അള്ളാഹുവിനെ കുറിച്ചൊരു ഓർമ്മയുമില്ലാത്ത സദസ്സിൽ ഇരിക്കരുതെന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകനെ ഉപദേശിക്കുകയാണ്. അതിനാൽ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ ചിന്തയിൽ നിന്നും അകറ്റുന്ന ഒരു സദസ്സുകളോടും ഒരു സൗഹൃദങ്ങളോടും നമ്മൾ അവരോട് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ വലിയ മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകും. നാളെ പരലോകത്ത് വലിയ ആശ്വാസകരമായ പ്രതിഫലങ്ങൾ നമ്മുടെ കിതാബിലും മീസാനിലും ഉണ്ടാകും. നല്ല കൂട്ടുകാരെ സ്വീകരിച്ച് മാനസിക വിശാലതയോടുകൂടി മുന്നോട്ട് പോകാൻ അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മൾ നല്ല സൗഹൃദങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നാം നമ്മുടെ കൂട്ടുകാരനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന് വേണ്ടി ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ അവനെ ഇഷ്ടപ്പെടുന്ന വിവരം അവനെ അറിയിക്കണം. എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് അറിയിക്കണം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലൂടെ നടന്നു പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അന്നേരം ഒരു വ്യക്തി ഇരിക്കുന്നുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദൂതരെ, അള്ളാഹുവാണേ സത്യം, ഈ വ്യക്തിയെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ സ്നേഹിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് നിങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞുവോ? അയാൾ പറഞ്ഞു, ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താങ്കൾ എഴുന്നേറ്റത് പറയുക, നിങ്ങൾക്കിടയിൽ സ്നേഹം സുദൃഢമാകും. അപ്പോൾ അയാൾ എഴുന്നേറ്റ് അയാളോട് പറഞ്ഞു, നിശ്ചയം ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ താങ്കളെ ഇഷ്ടപ്പെടുന്നു. ഉഹിബ്ബുക ഫില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഏതൊരുവൻ്റെ മാർഗത്തിലാണോ താങ്കൾ എന്നെ സ്നേഹിച്ചത്, അവൻ അള്ളാഹു താങ്കളെ ഇഷ്ടപ്പെടട്ടെ. അതാണ് മറുപടി പറയേണ്ടത്. ഉഹിബ്ബുക ലില്ല എന്ന് പറഞ്ഞപ്പോൾ ഉഹിബ്ബുകല്ലദീ അഹ്ബബ്തനീ ഫീഹി, ആരുടെ കാര്യത്തിലാണോ നീ എന്നെ ഇഷ്ടപ്പെട്ടത് അവൻ അള്ളാഹു നിന്നെ ഇഷ്ടപ്പെടട്ടെ എന്ന്. രണ്ടാമത്തെ കാര്യം, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. തൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അവരുടെ ദുനിയാവിൻ്റെ വളർച്ചയ്ക്കും അവരുടെ ദീനിൻ്റെ വളർച്ചയ്ക്കും അവരുടെ ആരോഗ്യത്തിനും അവരുടെ സാമ്പത്തിക പുരോഗതിക്കും അവരുടെ മനസ്സമാധാനത്തിനും അവർക്ക് വേണ്ടത് എന്തൊക്കെയെന്ന് നമുക്കറിയാം. അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുക. മാ മിൻ അബ്ദിൻ മുസ്ലിമിൻ യദൂ ലി അഖീഹി ബിൽഖൈരിൽ ഐബ് ഇല്ലാ ഖാലൽ മലക് വലക മിസ്ലു. ഏതെങ്കിലും ഒരു അടിമയായ മുസ്ലിം തൻ്റെ സഹോദരന് വേണ്ടി അവൻ്റെ ആ സാന്നിധ്യത്തിൽ പ്രാർത്ഥിച്ചാൽ മലക്ക് പറയാതിരിക്കുകയില്ല, താങ്കൾക്കും അങ്ങനെ ഭവിക്കട്ടെ. എൻ്റെ കൂട്ടുകാരന് വേണ്ടി ഞാൻ അവൻ്റെ ആ സാന്നിധ്യത്തിൽ അവന് സമ്പത്തുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ മലക്ക് പറയും, നിനക്കും സമ്പത്തുണ്ടാകട്ടെ. അവൻ ആരോഗ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ മലക്ക് പറയും, നിനക്കും ആരോഗ്യമുണ്ടാകട്ടെ.
അവൻ ആഫിയത്തുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ മലക്കും പറയും നിനക്കും സൗഖ്യമുണ്ടാകട്ടെ. തൻ്റെ കൂട്ടുകാരന് സൽസ്വഭാവമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ നിനക്കും സൽസ്വഭാവമുണ്ടാകട്ടെ എന്ന് മലക്ക് പ്രാർത്ഥിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിൻ്റെ മാധുര്യം ലഭിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിന് വേണ്ടി തൻ്റെ കൂട്ടുകാരനെ ഇഷ്ടപ്പെടുക. സലാത്തും മൻ കുന്ന വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ മൻ കാന ലില്ലാഹി വറസൂലിഹി മൻ അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. മറ്റെന്തിനേക്കാളും അല്ലാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെട്ടാൽ ഈമാനിൻ്റെ മാധുര്യം കിട്ടും. വമൻ അഹബ്ബ അബ്ദൻ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹി അസ്സ വജൽ. ഒരാളെ ഇഷ്ടപ്പെടുമ്പോൾ അത് അള്ളാഹുവിൻ്റെ മാർഗത്തിലായിരിക്കുക, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയായിരിക്കുക എന്നത് യഥാർത്ഥത്തിൽ അവന് ഈമാനിൻ്റെ ഹലാവത്ത് കിട്ടുന്ന കാര്യമാണെന്ന് നബിയ്യിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിനെ ഓർമ്മിപ്പിക്കുന്ന, തെറ്റുകൾ തിരുത്തിത്തരുന്ന, നന്മയിലേക്ക് വഴി നടത്തുന്ന ഒരു പറ്റം സുഹൃത്തുക്കളെ ശേഖരിക്കുക എന്നത് മുസ്ലിമിനെ അവൻ്റെ നിലനിൽപ്പിന് വാജിബായ കാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ കൂട്ടുകാരെ പറ്റി നമ്മൾ ചിന്തിക്കുകയും അങ്ങനെയുള്ള കൂട്ടുകാരെ ശേഖരിക്കാൻ നമ്മൾ താല്പര്യം കാണിക്കുകയും ചെയ്യണം. അല്ലാഹു തആല നല്ല കൂട്ടുകാരുള്ള നല്ല വ്യക്തികളിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും, കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവരുടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد.